പാവം ജിയോണ. എന്തൊക്കെയായിരുന്നു അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ എൻ്റെ ഒരൊറ്റ ഞൊടിയിൽ അവളിപ്പോൾ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. സോ സാഡ് അല്ലേടാ? कुछ भी कोई फालतू की लड़कियों को लाया था। बताया मेरे भाई ने क्या हाल है। भाई ने बताया कि कुछ नहीं करने का। अरे तो पता तो है ना भाई तो क्या हो रहा है। हम भी तो याद तो आए क्या बोलूँ यूट्यूब में तो क्या क्या नहीं चलता। भाई ने हमें क्यों बुलाया बता नहीं यार। अरे लड़की चुप चुप कर दे यार साले को। Somebody help me. Tiana, cookie. चुपचाप यहाँ बैठ जा लड़की वरना तू पता नहीं हम क्या क्या कर सकते हैं। എല്ലാവരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ഇത്ര നേരമായിട്ടും ഈ ദേവിനെന്താ വരാത്തെ? ചിലപ്പോ ഞാൻ ഡേറ്റിന് പോവാത്തതിനുള്ള ദേഷ്യം അതുകൊണ്ടാവോ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ജിയോണ, റിയലി സോറി, ഞാൻ ലേറ്റായോ? അത് ഒരുപാട് വർക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു താൻ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നതും. എന്തായിരുന്നു കാര്യം? ഞാൻ അത് കേൾക്കാതെ ഓടിങ്ങ് വന്നു. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തോ. എന്താ കാര്യം എന്ന് പറ. എനിത്തിങ് ഐ ക്യാൻ ഹെൽപ്പ്. തന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യമാണ്. ചെന്നൈ ഈസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ. ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ആർക്കോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി. എന്തിനാ ഏതിനാ ഒന്നും അറിയില്ല. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യം കുറച്ച് ദിവസമായിട്ടുള്ളൂ. പറയാൻ മാത്രം ഇവിടെ ഞങ്ങൾക്ക് ശത്രുക്കളില്ല. ആരാ എന്നതൊന്നും അറിയില്ല. പിന്നെ യൂനയാണ് പറഞ്ഞത് തനിക്കിവിടെ ഒരുപാട് ഗാങ്സുമായിട്ട് പരിചയമുണ്ടെന്ന്. തനിക്ക് ചോദിക്കും മോളെ, അങ്ങനെ ചോദിക്കും. എന്തായിരുന്നു അവിടെ ഒരു അഹങ്കാരം നിൽക്കുന്ന കണ്ടില്ലേ? സഹായം വേണം പറ. താനിപ്പനെ സഹായിക്കുവാണെങ്കിൽ എന്ത് സഹായം ഞാൻ എനിക്ക് തിരിച്ചു തരാം. എന്ത് ഐ പ്രോമിസ് യു. ഇപ്പം നിങ്ങളുടെ സഹായം എനിക്ക് അത്യാവശ്യമാണ്. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു മനസ്സ്. എൻ്റെ ചിന്നി അവളെൻ്റെ ജീവനാ. അവൾക്ക് ഒന്നും വരുന്ന ഞാൻ സഹിക്കില്ല. ഇത്രയ്ക്ക് വലിയ കാര്യം ഉണ്ടായിട്ടാണോ? നീ അവനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നെ പെട്ടെന്ന് പറയാൻ എൻ്റെ എല്ലാവർക്കും വിഷയം ഓടി വരുമായിരുന്നു. ഛേ, ഇതിപ്പോ ഇത്ര വൈകിയില്ലേ? ഇനിയിപ്പോ തനിക്ക് എന്ത് ചെയ്യാം? ഈ കർണാടക ഉഴുത് മറിച്ചിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ജീനിയെ തിരിച്ചു കിട്ടണം. യു ഡോണ്ട് വറി. എന്ത് ചെയ്തിട്ടാണെങ്കിലും തൻ്റെ സിസ്റ്ററിനെ ഞാൻ തിരിച്ചു കൊണ്ടുതരും. നീ വിഷമിക്കണ്ട. ഓക്കെ, ഡോണ്ട് വറി. ഈ ദേവിൻ നിനക്ക് വാക്ക് തരാണ്. നിന്റെ ജന്നി ഈ കൈകളിൽ സുരക്ഷിതമായി ഇവിടെ എത്തിച്ചിരിക്കും. അതെനിക്ക് കേട്ടാ പോരാ, കണ്ടു തന്നെ അറിയണം. അങ്ങോട്ടും ടൈമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അവരെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കണ്ടാൽ തിരിച്ചറിയുന്ന ആരെങ്കിലും, വണ്ടിയുടെ നമ്പർ, എന്തെങ്കിലും ഉണ്ടോ? അവരാരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയിപ്പോ എന്ത് ചെയ്തിട്ടാ അവളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഉണ്ടാവന മോളെ? ഞാൻ തന്നെയല്ലേടി, എൻ്റെ ആൾക്കാർ തന്നെയല്ലേടി. ജിയോണ, നീ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഗാങ്ങിനെല്ലാം ഒന്ന് കോൾ ചെയ്ത് നോക്കട്ടെ. ജീനി എന്തായാലും കിട്ടാതിരിക്കില്ല. ഒന്ന് പെട്ടെന്നാക്ക്. ഇങ്ങനെ വൈകിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഹലോ,
ആ ഞാൻ രവി. അതെ, എനിക്കൊരു ഇൻഫർമേഷൻ വേണമായിരുന്നു. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കൊച്ചിനെ ആരോ തൂക്കിയിട്ടുണ്ട്. അത് നമുക്കറിയുന്ന ഏതെങ്കിലും ഗ്യാങ്ങാണോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുമോ? എനിക്ക് അർജൻറ്റായിട്ട് വേണം. ഓക്കെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുടെ ഫ്രണ്ട് അത്. ഉടൻ തന്നെ എനിക്കതിന് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അറിയാലോ തന്നെ. എന്തായി? എന്താ ഇങ്ങനെ? അവര് എന്താ പറഞ്ഞേ? ജിയോണ, നീ എങ്ങനെ പാനിക് ആവാതെ? ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കറിയുന്ന ഏതെങ്കിലും ഗ്യാങ് ആണെങ്കിൽ നമുക്ക് ഉടനെ ജിനെ തിരിച്ചു കൊണ്ടുവരാം. ഇനി അതെല്ലാം ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്യാങ് ആണെങ്കിൽ അത് ആരാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ തന്നെ നേരിട്ട് ചെന്ന് അവളെ എങ്ങനെയെങ്കിലും സുരക്ഷിതമായിട്ട് നിന്റെ അടുത്ത് എത്തിച്ചിരിക്കും. ഇത് പോരെ നിനക്ക്? ഇപ്പം നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. എങ്ങനെ ടെൻഷൻ ആവാണ്ടിരിക്കുക? ജിനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, സിസ്റ്റർ, അവളെ കാണാണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ടെൻഷൻ ആവാണ്ടിരിക്കാന്ന് പറ. സോറി, എനിക്ക് ഇപ്പം എൻ്റെ ബ്രെയിൻ നേരെ വർക്ക് ചെയ്യില്ല. നീ ഇവിടെ ഇരിക്കേ. ഇപ്പോൾ ആളെന്നെ വിളിക്കും. അതുവരെ ഒന്ന് കാമാവ്. ഇതാ ഈ വെള്ളം കുടിക്കാൻ നോക്ക്. ഹലോ, എന്താ കിട്ടിയോ? ഓഹോ, അവരാണല്ലേ. സ്ഥലം എല്ലാം നീ അയക്കേ. വേണ്ട, നിങ്ങൾ വേണ്ട. ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് വരാം. ഓക്കെ, ഫൈൻ. ഏയ്, ജീവൻ പോകാൻ ചാൻസ് ഉണ്ടെന്നോ? ജീവൻ പോയാലും എനിക്കൊരു പ്രശ്നമില്ല. ഇത് എനിക്ക് അതിലും ഇമ്പോർട്ടൻ്റാ. മനസ്സിലായോ? ജിയോണ, ജിന്നി തട്ടിക്കൊണ്ടുപോയവര് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിലുള്ള ആളുകളാണ്. അവിടെ പോകുന്നത് അത്യാവശ്യം റിസ്ക് ആണ്. പക്ഷേ താൻ എന്നോട് ആദ്യമായിട്ട് ഒരു ഹെൽപ്പ് ചോദിച്ചതല്ലേ, അപ്പം ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കുന്നത്? ഞാൻ പോയി ജിന്നെ കൊണ്ടുവരും. നീ പേടിക്കണ്ട. ഞാൻ കൂടെ വരാം. ഏയ്, നീയൊന്നും വരണ്ട. അവിടേക്ക് ലേഡീസിനെ കൊണ്ടുവന്ന കൂടുതൽ റിസ്ക്കാ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പ്ലീസ്, എനിക്കൂടെ വരണം. എനിക്കിവിടെ എന്നാൽ സമാധാനം കിട്ടില്ല. ശല്യം. ഇനിയിപ്പോ അവിടെ നിന്ന് നാടകം കളിക്കേണ്ടി വരുമല്ലോ ഈശ്വര. ഓക്കെ, നിന്റെ മനസ്സമാധാനം അതാണെങ്കിൽ നീ വാ. പക്ഷേ നീ കാറിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ ചെന്നൈയും കൂട്ടി വരും. ഓക്കെ? അവർക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. പണമാണെങ്കിൽ പണം. ഇനി മറ്റെന്തെങ്കിലും ഞാൻ ഓഫർ ചെയ്യണമെങ്കിൽ അതും ഞാൻ കൊടുത്തോളാം. നീ പേടിക്കണ്ട. അതൊന്നും ഓർത്താൻ വെറി ചെയ്യണ്ട. എത്ര പണം വേണം? അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എനിക്ക് എൻ്റെ ചെന്നൈയെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. എന്താടാ പകൽ സ്വപ്നം കാണുന്ന നീ? നജി എങ്ങനാവും? എന്നാലും ഓരടാ നജ, ഞാൻ അറിയാത്തൊരു ഇനി പുതിയ വല്ല ക്ലൈൻറ്റും ഏതവളാണെങ്കിലും വേഗം ചെന്ന് കുളിക്കും. നിന്റെ കുളി കണ്ടാണ് എനിക്കൊന്ന് വിളിക്കാൻ. മീറ്റിങ്ങിന് പോണം. അതുകൊണ്ട് മാത്രം ഈ കുളി നനയൊക്കെ. അല്ലെങ്കിൽ പല്ല് തേപ്പ് പോലും വേണ്ടായിരുന്നു. അതെന്താടാ ഞാൻ തന്നെ ആദ്യം വിളിക്കണമെന്ന്? എന്നാ നീ വിളിക്കാദ്യം. കൊച്ചു കള്ള, വേണമെങ്കിൽ ഞാനും വരാം. നീ മനസ്സ് വെച്ചാൽ നമുക്ക് ഈ ബാത്റൂം ഒരു ബെഡ്റൂം ആക്കാം. എന്ത് പറയുന്ന? ചിമ്മിപ്പൂടാ, ഇവൻ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ചേട്ടാ എന്താടാ? ആദ്യമായിട്ട് ഒരാളെ നിങ്ങൾ റിജക്ട് ചെയ്ത് കളയുന്നത്. സാരമില്ല, നിന്റെ സോൾമേറ്റ് ആണ്, ഞാൻ ക്ഷമിക്കുന്നത്. ഒരു ഫ്ലേർട്ട് ചെയ്യാൻ ഒരു അവസരം നോക്കി നടക്കുമായിരുന്നു. ഓഹോ, അപ്പോ നീ മറന്നല്ലേ ഇന്നലെ രാത്രി ഈ റൂമിൽ ഈ കിടക്കയിൽ നമ്മൾ ഒരുമിച്ച് കിടന്നപ്പോൾ
എൻ്റെ എൻ്റെ ചരിത്രം നീ പോയടാ, ഞാൻ അത്രക്കാരനല്ല. ഓഹോ, പിന്നെ ഞാനാണോ അത്രക്കാരൻ? കൊച്ചർക്കാൻ പോയി കുളിച്ചിട്ട് പാടാ അല്ലേ? ചിയോടെ ഇപ്പൊ കുളിക്കായിരിക്കും എന്തോ. ചുമ്മാ ചില്ലേ മോൻ ചില്ലേ. എടപ്പോട്ട ഞാനേ ഈ ചെറിയൊരു പണിയുണ്ട്, അപ്പത്തേക്ക് നീ കുളിക്കും, എന്നിട്ട് ഞാൻ കുളിച്ചോളാം. ഓക്കെ ആശ, എവറിത്തിങ് റെഡി. ഒരു മിസ്റ്റേക്ക് എനിക്ക് വേണ്ട, അറിയാലോ. ഇന്നാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നുണ്ട്. ചേച്ചി, മിസ്റ്റർ കിങ്, പിന്നെ കെ ഗ്രൂപ്പ്സ് വരെ. അതുകൊണ്ട് ഒരു പിഴവ് സംഭവിക്കരുത്, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഓക്കെ മാം, എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ എല്ലാം കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാം മാം. മീറ്റിംഗ് റൂമിലേക്ക് ഉള്ള വഴി ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. എല്ലാം സെറ്റല്ലേ? അതെല്ലാം ഓക്കെയാണ് ജിമ്മി. ഞാൻ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഓൾറെഡി കാർത്തികിനോട് പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ മീറ്റിങ്ങിന്റെ കാര്യമല്ല കുട്ടാ, ബിസിനസ് ചിന്ത മാത്രമാണല്ലോ. ഞാൻ പറഞ്ഞത് എന്നെ നോക്കാനാണ്. നോക്കൂ, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജിയോണ നോക്കുന്ന കണ്ണിലൂടെ എന്നെ നോക്കിയിട്ട് പറ, ഹൗസ് ഇറ്റ്? ജിമ്മി, ബി സീരിയസ്. ഓ, എനക്കെന്തറിയാനല്ലേ? നീ ജിയോണോട് ഇന്നുവരെ ബ്രേക്ക് സംസാരിച്ചിട്ട് കൂടിയില്ലല്ലോ. ആശ, ആശ കൊച്ചെ, ഇങ്ങോട്ട് നോക്കിയേ. എങ്ങനെ വിളിച്ചാലെ കാണാൻ? ആശമോളെ, നീ എന്റെ ഹോബിച്ചാൽ നോക്കുന്ന പോലെ ഒന്നിങ്ങോട്ട് നോക്കിക്കേ, എന്നിട്ട് പറ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. വിഷമം തോന്നരുത്, വലിയ ഭംഗിയൊന്നുമില്ല. അതെല്ലേ? എന്നാലേ ഞാൻ എന്റെ ഹോബിച്ചായനോട് പറയാം, നീ അവരെ നോക്കുന്ന അതേ കൊണ്ട് എന്നെ നോക്കിയെന്ന്. അല്ല പിന്നെ കൊള്ളൂല പോലും, കണ്ണാണാത്ത പെണ്ണും പുള്ള. ഒന്നും പറയാനും പറ്റില്ലല്ലോ, വാങ്ങിക്കും. അതാണ് മീറ്റിംഗ് റൂം. ജിയോണ മാം അവിടെ കാത്തിരിക്കുന്നുണ്ട്. ജിയോണ കാത്തിരിക്കുന്നുണ്ടെന്നോ? എങ്കിൽ നേരത്തെ പറയണ്ടേ? വേഗം വന്ന് ജിയോണ എന്നെ കാത്തിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ചേത്തി. വെരി വെരി ഗുഡ് മോർണിംഗ് മിസ് ജിയോണ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ കിം. ഗുഡ് മോർണിംഗ് മിസ് ജിയോണ. പ്ലീസ് ബി സീറ്റഡ്. ജിയോണ എടുത്തേ. ചുമ്മാ സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഇന്നത്തെ മീറ്റിംഗിന്റെ അജണ്ട എന്ന് പറയുന്നത് TK കോർപ്പറേഷൻസ് ആൻഡ് വിൻസെന്റ് കോർപ്പറേഷൻസിന്റെ ഡീൽ സൈനിങ്ങിന് ശേഷം ഇനി മുന്നോട്ട് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രോഗ്രാംസ് അറേഞ്ച്മെന്റ്സ് എല്ലാം നടക്കേണ്ടതെന്നും, പിന്നെ മെയിൻലി നമ്മുടെ ഇവൻറ്റ്സിൽ മോഡൽസിനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ PKD കോർപ്പറേഷൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിസ്റ്റർ JP ഇവിടുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് വിളിച്ചത്. ആൻഡ് ഫർദർ മൂവിങ് ഓൺ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇവിടുത്തെ AC അർജന്റായിട്ട് മാറ്റണം. വാട്ട്സ് സോ സർപ്രൈസിങ്? എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. എന്റെ സജഷൻ ഞാൻ പറഞ്ഞു. ഇവിടെ ഇരുന്ന് ചൂടെടുക്കുന്നു. മിസ്റ്റർ പാർക്ക്, നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീലിൻ്റെ ഡിസ്കഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഓക്കെ, ഇതിനിപ്പോൾ സമയമില്ല. താങ്കൾക്ക് ഡീലിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ. AC അതിനെക്കുറിച്ച് ഐ വിൽ കൺസിഡർ ഇറ്റ്. As you say, Giona, ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞു. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഡീൽ എല്ലാം നീന്റെവനും പറയുന്ന പോലെ മോഡൽസിന് തരുന്നത് മാത്രമാണ് എൻ്റെ ജോലി. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. മോഡൽസിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ഞാൻ കറക്റ്റ് ഇൻഫർമേഷൻ തരാം. ഓക്കെ,
Rest of the things are not in my business. ഓക്കെ, ഡീൽ സൈനിങ്ങിൽ ഈ പാർട്ട് എനിക്കൊട്ടും മനസ്സിലായിട്ടില്ല. എന്താ ചെയ്യണ, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, this part refers to how much percentage shares the business when it comes to the business, and this one ഓക്കെ ഓക്കെ, അത് മനസ്സിലായി. ഇനി ഇത് ഓക്കെ. ഇതിൻ്റെ ഇതൊട്ടും ക്ലിയർ ആയില്ല. ഓ, സിസ്റ്റർഹുഡ്. ഈ ബ്രദർഹുഡൊക്കെ പോലെ സിസ്റ്റർഹുഡ്, ബ്രദർഹുഡ് അല്ലേ? കമ്പനീസ് തമ്മിൽ സിസ്റ്റർഹുഡ് ബ്രദർഹുഡൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ. അതാ സഹോദര സ്ഥാപനം, അതാ ഉദ്ദേശിച്ചത്. ചെയ്യണം. ബാക്കി പറഞ്ഞോളൂ, ടൈമില്ലേ? മോനെ മുഴുവൻ എഴുതി കയറ്റാൻ വേണ്ടി. ഓ യാ മിസ്റ്റർ കിം, ഞങ്ങൾ ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെല്ലാം ബ്രദേഴ്സിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യാറ്. ഹേ ബ്രദറോ, പിന്നെ ഞാനില്ല കേട്ടാ ഇവിടെ പാർട്ട്ണർഷിപ്പിന്. ഞാൻ പോണു, ആ ജെയിനെ വിളിച്ചിരുത്തിക്കും. ഞങ്ങളുടെ എല്ലാ പാർട്ട്ണർഷിപ്പ് കോർപ്പറേഷൻസും ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ് റിലേഷൻ കീപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. ഓ അങ്ങനെ. കണ്ടിന്യൂ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ചിലപ്പോൾ ഈ ബന്ധങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയില്ലായിരിക്കും മിസ്റ്റർ കിം. ശരിയാണ്, പല ബന്ധങ്ങളെക്കുറിച്ചും നല്ലോണം ഒന്ന് അറിയേണ്ടിയിരിക്കുന്നു. മറന്നുപോയ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കേണ്ടിയിരിക്കുന്നു. വെൽ, ഐ മീൻ ബിസിനസ്സിൽ റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ഐ മീൻ ഗുഡ് റിലേഷൻസ്, ഇൻറ്റിമേറ്റ് റിലേഷൻസ്, എവറിത്തിങ്. അല്ലടോ കാർത്തിക്? ഓ മിസ്റ്റർ കിം, താങ്കൾക്കതിന് പുതിയ പുതിയ ബന്ധങ്ങളുടല്ലേ താല്പര്യം? അതായത് ഈ 2 കൊല്ലത്തിനിടയിൽ ടിക്കി കോർപ്പറേഷൻസ് ഒരുപാട് ബന്ധങ്ങളുണ്ടാക്കിയെന്ന് കേട്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഹോ, നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന്. അതെ അതെ, വഴിവിട്ട ബന്ധങ്ങൾ എപ്പിസോഡ് 1000. നിങ്ങളെന്താ സീരിയൽ കളിക്കണോ അതോ ബിസിനസ് എടുക്കാൻ വന്നാണോ? മീറ്റിംഗ് കഴിഞ്ഞല്ലോ, എന്നാൽ വേഗം വന്നേ, ഒരുപാട് ജോലിയുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് മീറ്റിംഗിൽ കാണാം. ലെറ്റ്സ് ഗോ. കാർത്തിക്, എൻ്റെ കൂടെ വന്നേ. മിസ്റ്റർ ജെ പി, ഞാൻ ഒരു കാര്യം തന്നോട് പറയാം. നമ്മൾ ബിസിനസ് പാർട്ട്നേഴ്സാണ്, അതിൻ്റെ മുകളിലോട്ട് ഒന്നുമില്ല. ഓക്കെ, സോ സ്റ്റോപ്പ് സ്റ്റെയറിങ് അറ്റ് മീ. ഡീൽ ഡിസ്കഷൻ്റെ ഇടയിൽ ഫുൾ ടൈം തന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് കരുതരുത്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദിസ്. താൻ എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയതുകൊണ്ട് ഞാൻ അതിങ്ങനെ സംസാരിക്കുന്നത്. ഓർ എൽസ് എൻ്റെ ടോൺ ഇതായിരിക്കില്ല. ഓ മിസ് ജിയോണ, ഡീൽ ഡിസ്കഷൻ്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് താനാണ്. അപ്പോൾ തന്നെ അല്ലാതെ വേറെ ആരെയും നോക്കേണ്ടത്? ആശയനെയോ? ടെൽ മീ. ആൻഡ് ബൈ ദ വേ, ജെ പി ആരെയും മോശമായി നോക്കിയില്ല. ഞാൻ തന്നെ മുഖത്തേക്ക് തന്നെയല്ലേ നോക്കിയത്, വേറെ എവിടേക്കും അല്ലല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ താൻ യു ആർ ഫ്രീ ടു കംപ്ലെയിൻ. ഓക്കെ, ഇന്നുവരെ മോശമായിട്ട് ഞാൻ തന്നെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പെണ്ണിനെ നോക്കിയതായിട്ട് എൻ്റെ അറിയില്ല. പിന്നെ എൻ്റെ നോട്ടം കൊണ്ട് താൻ ഇത്രയും ബോധവടാവേണ്ട കാര്യമുണ്ടോ? ആൻഡ് എൻ്റെ സ്റ്റെയർ കൊണ്ട് തനിക്ക് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഡു എനിത്തിങ്. എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മിസ് ജിയോണ. ആൻഡ് സോ സോറി അബൌട്ട് ഇറ്റ്. എനിക്ക് താൻ സംസാരിക്കുമ്പോൾ തന്നെ അല്ലാതെ വേറെ എവിടെയും നോക്കി നിൽക്കാൻ പറ്റില്ല. ആൻഡ്
താൻ എൻ്റെ ബിസിനസ് പാർട്ണർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ടോണിൽ പറഞ്ഞത്. അല്ലെങ്കിൽ ശരി, ഓ നെക്സ്റ്റ് മീറ്റിംഗ് കാണാം. ആ പിന്നെ മിസ് ജിയോണ, ആ എ സിയുടെ കുറിച്ച് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നെങ്കിൽ താൻ ഇത്ര ഹോട്ടായി ഇവിടേക്ക് വരരുത്, അല്ലെങ്കിൽ ഈ എ സി മാറ്റി തൻ്റെ ഹോട്ട്നെസ്സിനെ തണുപ്പിക്കാൻ വേണ്ടുന്ന അത്രയോ കപ്പാസിറ്റി ഉള്ളൊരു എ സി ഇവിടെ വെക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തനിക്ക് ചൂസ് ചെയ്യാം. ഇയാളെന്റെ ജന്മം, എൻ്റെ ടൂർ പേഴ്സണാലിറ്റി അത്. ഇയാൾ നന്നാവില്ലേ? മാമിൻ്റെ വായ അടച്ചുള്ളുന്നില്ല ഇയാള്. ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ മാമിൻ്റെ വാല് വെള്ളം പറ്റുന്നുള്ളത്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. അപ്പോൾ ശരി കാർത്തിക, റൂം പോയിടാ. ഏറ്റവും വലിയ തലവേദന ദേവിനായിരിക്കുമെന്ന് വിചാരിച്ചേ. പക്ഷെ ഈ JP അതിലും വലിയൊരു ബാധയാവുന്ന തോന്നുന്നു. ഈ ഡീലിന് വേണ്ടി എല്ലാം സഹിച്ചു വിട്ടു, അല്ലെങ്കിൽ എല്ലാവരും ചാട്ടി ഞങ്ങൾ പുറത്താക്കിയത്. എന്താ ഇത്? ഇതോ ഇതിനെ സാൻസ്. ഓ ഇവിടെ കാർത്തിക്കിനോട് ഞാൻ നിനക്ക് മാത്രമേ ഇതെല്ലാം ഷെയർ ചെയ്യുന്ന പറഞ്ഞിട്ടാണ് ഇവിടെ ചോദിക്കുന്നത്. എടാ നിനക്ക് വരണ്ടടാ, നീ നിനക്ക് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ. ആ മീറ്റിങ്ങിൻ്റെ ഫുൾ ടൈം നീ ജിയോണെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ.